ബഹിരാകാശ ശാസ്ത്രജ്ഞൻ സുൽത്താൻ അൽ നെയാദിയെ UAE-യുടെ പുതിയ യുവജനക്ഷേമ മന്ത്രിയായി നിയമിച്ചു. അറബ് രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും അധികം കാലം ബഹിരാകാശ നിലയത്തിൽ തങ്ങിയ ശാസ്ത്രജ്ഞനാണ് 42-കാരനായ സുൽത്താൻ അൽ നെയാദി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തിന്റെ പുതിയ യുവജനക്ഷേമ മന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ UAE നടത്തിയ അന്വേഷണത്തിന് അവസാനം. അറബ് ലോകത്തു നിന്നും ആദ്യമായി ബഹിരാകാശത്ത് നടന്ന ഏറ്റവും അധികം കാലം ബഹിരാകാശ നിലയത്തിൽ തങ്ങിയ സുൽത്താൻ അൽ നെയാദി ഇനി യുവജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കും. ശാസ്ത്ര ഗവേഷണങ്ങൾക്കൊപ്പം യുവജനക്ഷേമ വകുപ്പിന്റെ ചുമതല കൂടി അൽ നെയാദി വഹിക്കുമെന്ന് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ യുവജനക്ഷേമ മന്ത്രിക്കായി നാമനിർദ്ദേശം സമർപ്പിക്കാൻ രാജ്യത്തെ പൗരന്മാരോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. നിരവധി പ്രതിഭകൾ സ്വന്തം പേരും മറ്റ് പ്രമുഖരുടെ പേരും നിർദ്ദേശിച്ചു. സുൽത്താൻ അൽ നെയാദിയുടെ പേര് നിരവധി യുവാക്കൾ നിർദ്ദേശിച്ചിരുന്നതായാണ് റിപ്പോർട്ട്. അലൈനിലെ ഉംഗഫ ഗ്രാമത്തിൽ 1981 ജനിച്ച സുൽത്താൻ ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലുമായാണ് ഉപരിപഠനം പൂർത്തിയാക്കിയത്. 186 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം കഴിഞ്ഞ സെപ്റ്റംബർ 4 ഭൂമിയിൽ തിരിച്ചെത്തി. സുൽത്താൻ അൽ നെയാദിയുടെ നിയമനത്തിനൊപ്പം UAE മന്ത്രിസഭയും ഷെയ്ഖ് മുഹമ്മദ് പുനഃസംഘടിപ്പിച്ചു. കാലാവസ്ഥാ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മറിയം അൽ മഹരിക്ക് പകരം ഡോക്ടർ അംന അൽ ഷംസിയെ മന്ത്രിയാക്കി. പ്രസിഡൻഷ്യൽ കാര്യ കോർട്ടിലെ അന്താരാഷ്ട്ര വകുപ്പിന്റെ ചുമതലയാണ് മറിയം അൽ മഹരിക്ക് നൽകിയത്. ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദിന് കൂടുതൽ ചുമതലകൾ നൽകി. 2024 രാജ്യത്തെ പുതിയ ഉയർച്ചയിലേക്ക് നയിക്കാൻ മന്ത്രിസഭാംഗങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.